ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ പറ്റി അറിയിപ്പിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് എന്താണ് എനിക്ക് പൗസ് എന്ന് കിട്ടിയത് എന്നുള്ളൊരു കാര്യമാണ്. കുറേ ആൾക്കാർ ഒരുപാട് അവർക്ക് എന്താണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, നിങ്ങൾക്കൊക്കെ ദേഷ്യം വന്നാൽ എന്നെ തെറി വിളിക്കാം. അപ്പം എനിക്ക് ദേഷ്യം വന്നു പറഞ്ഞാൽ ഞാൻ ആരിനെ തെറി വിളിക്കും? പൗസിൻ്റെ അവരിലേക്ക് പോയി തെറി വിളിച്ചിട്ട് വല്ല ഉപകാരമുണ്ടോ? എവിടെ എന്ത് പോയി തെറി വിളിച്ചിട്ടും നമുക്ക് ഒരു ഉപകാരവും ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതാണ്, നമുക്കിതിന്ന് കിട്ടുന്നത് എന്താണോ അതാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ അത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താലും എനിക്ക് വളരെ കുറവാണ് കിട്ടിയതെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇങ്ങനെ ക്രിപ്റ്റോ ഫീൽഡിലൊക്കെ ഉണ്ട്. അപ്പോൾ റീസെൻ്റ് തന്നെ ഈ പൗസിൻ്റെ ഒരു ലിസ്റ്റിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എന്താണ് നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായമുണ്ട്, അതിപ്പോൾ നെഗറ്റീവായിരിക്കാം. തീർച്ചയായിട്ടും താഴെ വന്ന് പറഞ്ഞു, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് തുറന്നു തരുന്നത്. അപ്പോൾ എന്തായാലും പൗസിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് ബിറ്റ്ഗെറ്റ് ആണ്. മോസ്റ്റ്ലി ബിറ്റ്ഗെറ്റിലും ബൈബിറ്റിലും ആയിരുന്നു നമ്മുടെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വന്നിട്ട് ലിസ്റ്റ് ആയത്. അപ്പോൾ ഇത് ലിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ടെലിഗ്രാമിൽ നിന്ന് മാറിയിട്ട് വേറൊരു സൊലാന ഇതിലാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തനിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരുപാട് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഒരുപാട് അനൗൺസ്മെൻറ്റുകളും നല്ല രീതിയിൽ തന്നെ ഇല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫൗണ്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സൊലാന എന്ന് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മാജിക് ഈതൻ ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, നമുക്ക് മോസ്റ്റ്ലി ഒരു സ്കാമൊക്കെ ആവും, ഇല്ലെങ്കിൽ സ്കാം തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഒരു ക്രിപ്റ്റോയിൽ സ്കാം എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് പറഞ്ഞാൽ വളരെയധികം വാല്യൂ ഒക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് സ്കാം പ്രൊജക്റ്റാണ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കൂടുതൽ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോയിൽ വാല്യൂ കുറയാനും കൂടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റൊക്കെ ഇതിന് ഒരുപാട് ടാക്സും കണ്ടിക്കണ്ടതൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്നും ഇതിലേക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളും ഡിഫിക്കൽട്ടീസും നൂലാമാലകളും എല്ലാം കൊണ്ടിടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്രിപ്റ്റോ ഫീൽഡിലേക്ക് എല്ലാവരും വരാം. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റും ഇത് വന്നിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് ക്യാപ്പും പ്രൈസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പാണ് ഈ ഒരു പൗസ് ലിസ്റ്റ് ആയത്. ലിസ്റ്റായ സമയത്ത് എത്രത്തോളം വാല്യൂലാണ് ലിസ്റ്റ് ആയതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കറക്റ്റായിട്ട് നോക്കാം. 0.0003 കഴിഞ്ഞിട്ട് $3 നമ്മുടെ ഈ ഒരു പൗസ് ഇവിടെ വന്നിട്ട് ലിസ്റ്റ് ആയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല റാങ്ക് 1 നിൽക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം, ഇതിൽ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പിലാണ് അവർ ലിസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നേരെ ഞാനിവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു മാർക്കറ്റ് ക്യാപ്പൊക്കെ നോക്കാൻ വേണ്ടി കോയിൻകിക്കോ ഏത് വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.000143 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സിലാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 8.88 മില്യൺ സംതിങ് മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് 23.75 മില്യണൊക്കെയാണ് ഈ ഒരു പൗസിലുള്ളത്. എന്തൊരു ദുരന്തമാണല്ലേ, വളരെയധികം വാല്യൂ കുറഞ്ഞ് ഒരുപാട് വാല്യൂ കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് പൗസ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് ഇത്രത്തോളം വാല്യൂ കുറഞ്ഞ് ലിസ്റ്റ് ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുമോ? തീർച്ചയായും പ്രതീക്ഷിക്കില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം രീതിയിലായിരുന്നു. ഞാൻ മാത്രമാണ് ഇതിനൊരു പ്രൈസ് പ്രൊഡിക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പൊട്ടൻഷ്യൽ വരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടൻഷ്യൽ വരുന്നു. എന്തായാലും അത് വന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ട്, ഈ ഒരു പൗസിലൊക്കെ ഒരുപാട് നല്ലൊരു വാല്യൂലൊക്കെ വരും, അടുത്തൊരു ഡോക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും എന്തായിട്ടില്ല, അത് എവിടെ എത്താനും ഇത് പമ്പാവാനും ഒരു സാധ്യതയില്ല, ഒരു ഫണ്ടില്ല. അവർ നല്ല രീതിയിൽ തന്നെ യൂസേഴ്സ് നിന്ന് ഒരുപാട് പൈസ പിടിച്ചെടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പൗസ് പ്രോജക്റ്റിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരിക്കലും ടെലിഗ്രാം പ്രൊജക്റ്റിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നില്ല. ടെലിഗ്രാം പ്രൊജക്റ്റ് പുതിയത് വന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഞാൻ ആൾറെഡി തന്നെ ഈ ഒരു ടെലിഗ്രാമിൻ്റെ പ്രൊജക്റ്റുകൾക്കൊക്കെ വളരെയധികം എതിരായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ട്പിക്സിലും അങ്ങനെയുള്ള പ്രൊജക്റ്റ് ഒന്നും ഞാൻ എന്ത് ചെയ്യാതിരുന്നത്, ഒരുപാട് നെഗറ്റീവ് പറഞ്ഞതും ഒരുപാട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആൾറെഡി തന്നെ ചെയ്തും പോയി. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ വരുമെന്ന് വിചാരിച്ചപ്പോൾ വളരെ നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രോഫിറ്റും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ വന്നിട്ട് എനിക്ക് മൊത്തം 14,650 ടോക്കൺസ് ആയിരുന്നു നമ്മുടെ പൗസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ടുള്ള ആ പ്രൈസിൽ തന്നെ സ്പോട്ടിൽ സെല്ല് ചെയ്താലും എനിക്ക് എത്ര കിട്ടും എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 0.0005
5 എന്നായിരുന്നു മാക്സിമം ആയിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $7. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാനത് സെല്ലൊന്നും ചെയ്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു ഉപകാരമില്ല, അൾട്രാ ഡസ്റ്റ് ആണെന്ന് എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി. പിന്നെ അത് സ്പോട്ടിൽ സെല്ല് ചെയ്താൽ എന്ത്, സെല്ല് ചെയ്തില്ലെങ്കിൽ എന്ത്, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു 0.003 വെച്ചിട്ടൊക്കെയാണ് ഇത് സെല്ല് ചെയ്തത്. അപ്പോൾ എനിക്ക് ആകെ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി ഒരു വാല്യൂലൊക്കെ വെച്ചിട്ട് 87 വെച്ച് കണക്കാക്കാം, $382 മാത്രമാണ് നമുക്ക് പൗസ് നിന്ന് കിട്ടിയത്. അപ്പം നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം എന്ത് ചെയ്യാം, അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇല്ലെങ്കിൽ ഈ തൊട്ട് വീഡിയോൻ്റെ മുമ്പ് തന്നെ ഞാൻ സീൽ ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ളതിലേക്ക് കയറുക. ഞാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഇല്ലാത്ത, ഒരുപാട് നമുക്ക് അതിലൊരു ആക്റ്റീവ് ആവാത്ത, ഇല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും കൊടുക്കാത്ത പ്രൊജക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ പൊട്ടൻഷ്യലും ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡീപ്പിന് എടുത്താലും ടെസ്റ്റ്നെറ്റ് എടുത്താലും ഒരുപാട് റെഫറൽ കയറ്റാനും യൂസേഴ്സ് ഉള്ള ഒരു പ്രൊജക്റ്റിനൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പഴയ പ്രോഫിറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നതിന് ഒരുപാട് ആൾക്കാരായി ഇപ്പോൾ ഒരുപാട് യൂസേഴ്സ് കൂടിയപ്പോൾ ഒരുപാട് ആൾക്കാരോട് പൈസ ചോദിക്കാൻ തുടങ്ങി. നേരത്തെയൊക്കെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു പ്രൊജക്റ്റ് അവരുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വെറുതെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനായിരുന്നു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ എയർ ഡ്രോപ്പിന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത അൾട്രാ ടെസ്റ്റ് ആവാൻ പോകുന്നത് WCoin ആണ്. വളരെയധികം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസ ഒരുപാട് യൂസേഴ്സിൻ്റെ പിടിച്ചിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലൊന്നും പൈസ മുടക്കരുത്, ഞാൻ ഫസ്റ്റ് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വന്ന് ലിസ്റ്റ് ആവാൻ പോവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തീർച്ചയായിട്ടും പറഞ്ഞു. നമ്മുടെ ചാനലിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആൾക്കാർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും കൂടെയുള്ള ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ബെനിഫിറ്റ് ഒക്കെ തരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കയറി വന്നിട്ട് കുറേ നെഗറ്റീവ് പറഞ്ഞിട്ട് പോകുന്നവർ ഒരു ബെനിഫിറ്റും എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഴയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോവാം. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ച് ആൾക്കാരായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരുപാട് ആൾക്കാർ നമുക്കും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, അവരിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികൾ ഇല്ലെങ്കിൽ ചെറിയ അനിയന്മാരൊക്കെ വന്നിട്ട് അവരുടെ അഭിപ്രായവും കുറേ കളികളൊക്കെ ആയിട്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ അതിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലൊക്കെ ഒന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഏഞ്ചൽ വണ്ണിൻ്റെ ഈ ലൂട്ടൊക്കെ നമുക്കിപ്പോൾ എന്താണ്, ഫ്രീ ആയിട്ട് വീണ്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെലിഗ്രാം ചാനലിൻ്റെ അതിലൊന്ന് കയറുക. നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്, ഇന്നലെ എനിക്ക് ഒരാളുടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, $160 ഒരാൾ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുക. നിങ്ങൾക്ക് അതിന് വല്ല പൈസ മുടക്കണോ, ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾ അതിൽ കയറുക, നേരെ ഗൂഗിൾ പേയിൽ പോയിട്ട് നിങ്ങളുടെ UPI ID എടുക്കുക, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നേരെ അത് പോകുന്നത് പ്ലേ സ്റ്റോറിക്ക് മാത്രമാണ്, വേറെ എവിടേക്കും പോകുന്നില്ല. നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ KYC കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, $170 കിട്ടും. അതിൽ വല്ല പൈസ മുടക്കണോ, ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും നമുക്ക് എന്താണ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് പൈസ കിട്ടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള ഓരോരോ ലൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കണ്ടിക്കണ്ട ഓവർ ഏതെങ്കിലും ഒരു ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. ഇങ്ങനെ ഡിമാൻഡ് അക്കൗണ്ട്, അതേപോലെ തന്നെ Paytm മണി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെ പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിലൊക്കെ കയറുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. കഴിഞ്ഞ വീഡിയോ 2 കാണുക. സീൽ ടെസ്റ്റ്നെറ്റ് പറ്റി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോ നിങ്ങൾ കാണുക. കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് പൗസിൽ കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.